ആ അവസാന ബിന്ദുവിൽ വെച്ചിട്ട് പിന്നോട്ട് പോയി ജീവിതമാകുന്ന പോയ കാലത്തെ മുഴുവനും ആലോചിക്കുമ്പോൾ കുറ്റബോധമില്ലാത്ത വിധം, സങ്കടമില്ലാത്ത വിധമല്ല, കുറ്റബോധമില്ലാത്ത വിധം. കുറ്റബോധത്തിന് മാത്രമുള്ളൊരു പ്രശ്നമുണ്ട്, പരിഹാരമല്ല. നമുക്കൊരു സങ്കടം വന്നാലേ കരഞ്ഞു തീർക്കാം, ഒരു വിഷമം വന്നാൽ ആരുടെങ്കിലും പറഞ്ഞിട്ടൊക്കെ അത് തീർക്കാം. പക്ഷെ ഞാൻ ചെയ്ത ചില കാര്യങ്ങളുടെ പേരിൽ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു കുറ്റബോധമുണ്ട്, അവസാന നിമിഷം വരെ എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഒരു തീർത്ഥാടനം കൊണ്ടും പരിഹരിക്കാനാവാത്ത ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു കീറലുണ്ട്, ഒരു കൊള്ളലുണ്ട്, ഒരു മുള്ളുണ്ട്, അതിങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. കുറ്റബോധമില്ലാത്തൊരു പൂർവ്വകാലം. ഭാഗ്യവാന്മാരാണ് അങ്ങനത്തെ മനുഷ്യന്മാരെ. പടച്ചോനോട് പ്രാർത്ഥിച്ച് കുറേയൊക്കെ അതിൽ നിന്ന് പുറത്തു കിടക്കാം. കാരണം പടച്ചോന്റെ മുന്നിൽ കുറ്റവാളി ആകാതിരിക്കാനുള്ള ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ആ ചെയ്തു പോയതിൽ, ആ പറഞ്ഞു പോയതിൽ, അങ്ങനെ പ്രവർത്തിച്ചതിൽ, ആ നിമിഷം അങ്ങനെ പറഞ്ഞു പോയതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. പക്ഷെ റിഗ്രറ്റ് ചെയ്താൽ പോലും പരിഹരിക്കാനാകാത്ത വിധം ആ വാക്കിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ ഒരൊറ്റ ആഗ്രഹം കാരണം എന്റെ ഉള്ളിലുണ്ടായൊരു മുറിവുണ്ട്, അത് ഒരു കാലത്തും എന്റെ ഉള്ളിൽ നിന്ന് പോകില്ല.